For latest news, subscribe our channel and press the bell icon. Never miss any news. നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസിൽ പൾസർ സുനിക്ക് പിന്നാലെ ജനപ്രിയ നായകൻ ദിലീപ് കൂടി ജയിലിലായതോടെ നേട്ടമുണ്ടായത് കേരളത്തിലെ വാർത്താ ചാനലുകൾക്ക്. സീരിയലുകൾ കാണുന്നത് വിട്ട് കേരളത്തിലെ വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ളവർ വാർത്താ ചാനലുകൾക്ക് മുന്നിൽ ഇരിപ്പുറപ്പിച്ചു. ഇതോടെ റേറ്റിംഗിൽ സമീപകാലത്തെ വൻ കുതിപ്പാണ് വാർത്താ ചാനലുകൾ നേടിയത്. ഇതിൽ തന്നെ കൈരളി പീപ്പിൾ മികച്ച മുന്നേറ്റം നടത്തിയതായാണ് റേറ്റിംഗ് സൂചിപ്പിക്കുന്നത്. നടൻ അറസ്റ്റിലായതിനു ശേഷമുള്ള ഒരാഴ്ച മലയാളത്തിലെ മറ്റു ചാനലുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ 25% വളർച്ചയാണ് പീപ്പിൾ TV നേടിയത്. 12% വീതം വളർച്ച നേടിയ മനോരമ ന്യൂസും മീഡിയ വണ്ണുമാണ് ഒരാഴ്ചത്തെ വളർച്ചാ നിരക്കിൽ രണ്ടാം സ്ഥാനത്ത്. മാതൃഭൂമി ന്യൂസും ന്യൂസ് 18 കേരളയും 11% വീതം വളർച്ച നേടിയപ്പോൾ ഏഷ്യാനെറ്റിനും റിപ്പോർട്ടർ TVക്കും മംഗളം TVക്കും 10% മാത്രമേ നേടാനായുള്ളൂ. ചാനലുകളുടെ റേറ്റിംഗ് സംബന്ധിച്ച് ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ചിന്റെ ഏറ്റവും പുതിയ പഠന റിപ്പോർട്ട് പുറത്തുവന്നതോടെയാണ് ജനപ്രിയന്റെ അറസ്റ്റ് കാലയളവിൽ പീപ്പിൾ TV വൻ നേട്ടമുണ്ടാക്കിയെന്ന് വ്യക്തമായത്. സീരിയലുകൾ ഉൾപ്പെടെയുള്ളവ ഉപേക്ഷിച്ച് വാർത്താ ചാനലുകളിലെ അപ്ഡേഷനുകൾ നോക്കാനാണ് മലയാളി കൂടുതൽ സമയം ചെലവഴിച്ചതെന്നാണ് ബാർക്ക് റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്. നേരത്തെ കലാഭവൻ മണിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പ്രേക്ഷകർ സദാസമയം നിരീക്ഷിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് നടിയെ ആക്രമിച്ച സംഭവം ചർച്ചയായത്. അതേസമയം ജയ് ഹിന്ദ്, ജീവൻ TV എന്നീ ചാനലുകൾ ബാർക്കിന്റെ പട്ടികയിൽ നിന്ന് തന്നെ പുറത്തായിരിക്കുകയാണ്. അടുത്തിടെ സംപ്രേഷണം ആരംഭിച്ച മംഗളം TV പട്ടികയിൽ ഇടം നേടിയതും ശ്രദ്ധേയമാണ്. വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. For latest news, like it, share it and subscribe to One India Malayalam.